സത്യത്തിൽ നമ്മളെല്ലാവരും വീട്ടിലേക്ക് കയറി പോകുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തിൻ്റെയും പ്രതിസന്ധികൾക്കുള്ളൊരു പരിഹാരമായി ഒരു വീട്ടിലേക്ക് പോയിട്ടൊന്ന് ശാന്തിയായി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുക എന്നത് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് മസ്കൻ എന്നാണ് വീട്ടിന് ഇസ്ലാം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബിൽഡിംഗ് അല്ലല്ലോ, സമാധാനം കിട്ടുന്ന ഗേഹം എന്നാണ് വീടിന് പറയാറുള്ളത്. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണെങ്കിൽ ഒരാള് തെറ്റി നിന്നാൽ മതി. വീട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരാള് പിണങ്ങി നിന്നാൽ തന്നെ ആ വീട് അസമാധാനത്തിന്റെ കേന്ദ്രമായിട്ട് മാറും. കുറെ സമ്പത്തോ സൗകര്യങ്ങളോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇണങ്ങേണ്ടവർ ഇണങ്ങാതിരുന്നാൽ, പരസ്പരം പിണങ്ങി നിന്നാൽ അതിനേക്കാളും വലിയ ശിക്ഷയൊന്നും ലോകത്തില്ല എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നിടത്ത് ഒരു ഗൗരവമായ ഒരു ബോധ്യം നമുക്കില്ല എന്നുള്ളത് സത്യമാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. വീട്ടിൽ തന്നെ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും, അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവർ, കുടുംബത്തിനോട് പിണങ്ങി നിൽക്കുക. ആരെ ഈ കുടുംബം എന്ന് പറയുന്നത്? ഒരു വീട്ടിലൊരു ഉമ്മ പ്രസവിച്ച മക്കൾ, അവര് വലുതായി, എളാമയായി, മൂത്തമ്മയായി, മൂത്താപ്പയായി, എളാപ്പയായി, ഇവരാണ് കുടുംബം. അവർ തമ്മിൽ ഇങ്ങനെ തെറ്റി നിൽക്കുന്നവർ, ഒരു സ്വഫിൽ നിന്ന് ഇരുന്ന് നമസ്കരിക്കുന്ന, ഒരു ഖുത്ബക്ക് പങ്കെടുക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ഹനീഫ മുസ്ലിമൻ എന്ന് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്ന, അള്ളാഹുവേ ഞാൻ ഹനീഫ. എന്താ ഹനീഫ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാണ്, തൗഹീദുള്ള, ആരോടും വെറുപ്പും വിദ്വേഷവും പകയൊന്നുമില്ലാത്ത നല്ല മനസ്സിന്റെ വിശാലതയുള്ള മനസ്സിന്റെ ഉടമയാണ് എന്ന് റബ്ബിന് മുമ്പിൽ കൈകെട്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, പറയുക. പള്ളിയിൽ ഒരേ സ്വപ്പിൽ നമസ്കരിക്കുന്നവർക്കിടയിൽ പോലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ കച്ചവടം നടത്തുന്ന തൊട്ടടുത്തുള്ള കടകളും സ്ഥിരമായിട്ട് കാണുന്നവർക്കിടയിൽ പിണങ്ങി നിൽക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി വരുന്ന വഴികളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, നമ്മൾ ഇടപെടുന്ന ഭാഗങ്ങളിലൊക്കെ എവിടെയെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കും, ഒന്ന് ഗൗരവമായി ഒന്ന് ചിന്തിക്കും. വിശ്വാസികൾക്കത് പാടില്ലെന്നാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് ഖുർആനും ഹദീസും ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് കുറെ ന്യായീകരണം ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് അത് അവസാനത്തിലേക്ക് വരും. വലാ തുഖ്സിനി ഇലാ യൗമി യുബഅസൂൻ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കരുതേ അല്ലാഹ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ അപമാനിക്കരുത്. അബുൽ അംബിയാ, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം എന്നെ നീ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും മക്കളും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസമായിരിക്കും പരലോകം എന്ന് പറയുന്നത്. മക്കളും സമ്പത്തും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടുകൂടി, പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി പടച്ച റബ്ബിനെ ആരാണോ കണ്ടുമുട്ടുന്നത്, അവര് മാത്രം വിജയിക്കുന്ന, അവര് മാത്രം രക്ഷപ്പെടുന്ന ദിവസമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. സ്ഥാനമാനങ്ങൾക്കൊന്നും അവിടെ വിലയില്ല, സ്റ്റാറ്റസിനൊന്നും വിലയില്ല, സമ്പത്തിനും അധികാരങ്ങൾക്കൊന്നും അവിടെ വിലയില്ല. അവിടെ വിലയുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനും ഹൃദയത്തിന്റെ ശുദ്ധിക്കുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആല ലാ യൻദുറു ഇലാ സുബരിക്കും വ അംവാലിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുക. പരലോകത്തുള്ള വിചാരണയിൽ അതല്ല നോക്കുക. ദുനിയാവിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ആരോടും വെറുപ്പും വിദ്വേഷമൊന്നുമില്ല, ഞാൻ നല്ല മനസ്സിൻ്റെ ഉടമയാണ്, പക്ഷെ പുറത്ത് ഭയങ്കര പ്രശ്നമായിട്ട് നടക്കും. ഹൃദയത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറയും. അത് തെറ്റാണ്.
അതുകൊണ്ടാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് പറഞ്ഞ റസൂൽ അവസാനിപ്പിച്ചില്ല. പിന്നെന്താണ്? വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും അല്ലാഹു നോക്കും, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കും നോക്കും. ഹൃദയത്തിലുണ്ടോ പ്രവർത്തനത്തിൽ അത് കാണുന്ന. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസികളുടെ പ്രാർത്ഥന ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും മുവഹിദീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ ഓതിക്കൊണ്ടേയിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആയത്താണ്. റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശേഷമുള്ള ആളുകൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്ക് ശേഷമുള്ള ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ലാഹുവേ കഴിഞ്ഞു പോയ വിശ്വാസികളായ ആളുകളുണ്ടല്ലോ അല്ലാഹ്, അല്ലാഹുവേ നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകൾ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കല്ലേ അല്ലാഹ്. എങ്ങനെ? വിശ്വാസികളായ ആളുകളെ കുറിച്ച് ഒരു കാരണവശാലും ഞങ്ങൾക്കിടയിൽ മനസ്സിനൊരു പ്രയാസമുണ്ടാക്കൽ, ഒരു വെറുപ്പുണ്ടാക്കല്ലേ അല്ലാഹ്. റബ്ബന ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ റബ്ബേ നീ തീർച്ചയായിട്ടും റഊഫാകുന്നു, റഹീമാണല്ലോ അല്ലാഹ്. നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നവനാണല്ലോ അല്ലാഹ് എന്ന് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരിൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആരാണ്? ഏറ്റവും നല്ല വ്യക്തിത്വം ആരാണ്? ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ. പ്രവാചകൻ പറഞ്ഞു മഹ്മൂദുൽ ഖൽബ് സദൂഖുൽ ലിസാൻ. സ്വഹാബികൾ പറഞ്ഞു ഈ സദൂഖുൽ ലിസാൻ നഅരിഫുഹു, അത് ഞങ്ങൾക്ക് മനസ്സിലായി. നന്നായിട്ട് സംസാരിക്കുക, സത്യസന്ധമായി സംസാരിക്കുക എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഈ മഹ്മൂദുൽ ഖൽബ്? മഹ്മൂമുൽ ഖൽബ് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഹുവത്തഖിയു അന്നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ്. ആരാണെന്നറിയുമോ? മഹ്മൂമുൽ ഖൽബ്, തഖ്വയുള്ളവനാണ്. ഭക്തിയുള്ളവനായ മനസ്സിന് ശുദ്ധിയുള്ളവനാകുന്നു അവൻ. തഖ്വയോടുകൂടി ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയാകുന്നു അവൻ. ലാ ഇസ്മ ഫീഹി, അവൻ തെറ്റുകളിലേക്കൊന്നും പോകാതെ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. വലാ ബഗയ, അതിക്രമം പ്രവർത്തിക്കാത്തവരാണ്. വലാ ഗില്ല, ദേഷ്യവും ചതിയുമായിട്ട് ജീവിക്കുന്നവനല്ല അവൻ. വലാ ഹസദ, അസൂയയുമില്ലാത്തവനാകുന്നു. പതൊന്നുമില്ലാത്ത നല്ല ഹൃദയത്തിന്റെ ഉടമയാകുന്നു ഏറ്റവും നല്ല മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നു. ഞാൻ തന്നെ ഇത് ആവർത്തിച്ച സംഭവമാണ്. റസൂൽ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ഇപ്പൊ കയറി വന്നു. പിറ്റേ ദിവസം പ്രവാചകൻ ക്ലാസ് ഇരിക്കുമ്പോൾ പറഞ്ഞു ഇപ്പം ഒരാൾ കയറി വരും, അയാൾ സ്വർഗത്തിലാണ്. അതേ ആള് കയറി വന്നു. മൂന്നാം ദിവസവും പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾ ഇപ്പൊ കയറി വരും. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അപ്പോഴും അതേ മനുഷ്യൻ കയറി വന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിന് വല്ലാത്ത ആശ്ചര്യം തോന്നി. എന്താണ് ഈ സ്വഹാബി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദരിദ്രനായ മനുഷ്യൻ, ആ സമൂഹത്തിനിടയിൽ ഏറ്റവും ദരിദ്രനായ ആ ഒരു അവസ്ഥ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഉപ്പയും തമ്മിൽ ചെറിയൊരു വിഷയമുണ്ട്. അതുകൊണ്ട് 3 ദിവസം ഞാൻ ആ വീട്ടിൽ പോകൂല, എനിക്ക് 3 ദിവസം താമസിക്കാനുള്ള സൗകര്യമാണ്. ഇത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. അവസാനം 3 ദിവസം പരിശോധിച്ച് എന്ത് പ്രവർത്തനമാണ് ഈ സ്വഹാബി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിച്ചു. എല്ലാവരും കിടന്നുറങ്ങുന്നു, നോമ്പെടുക്കുന്നു, സാധാരണ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബികൾക്കിടയിൽ അവർക്ക് ദീനിനു വേണ്ടിയുള്ള ആത്മാർത്ഥതയനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ പ്രവർത്തനങ്ങൾ മാത്രം കണ്ടു. 3 ദിവസമായിട്ട് എക്സ്ട്രാ ഒന്നും കാണാതായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറഞ്ഞു, ഞാൻ പോവുകയാണ്, 3 ദിവസമായി. സത്യത്തിൽ ഞാൻ ഇവിടെ വന്നത് വീട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ടല്ല. 3 ദിവസം
പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന്, എന്തൊരു പ്രവർത്തനമാണ് താങ്കൾ കൂടുതൽ നിർവഹിക്കുന്നത് എന്ന് കണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ആ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ കണ്ടു തന്നെയാണ് എൻ്റെ അവസ്ഥ, പുതിയതായിട്ട് പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരാളെയും വഞ്ചിക്കാറില്ല എന്നതെന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ആരെയും ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല. അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും നിഅമത്ത് നൽകിയതിന്റെ പേരിൽ എനിക്ക് അവനോട് അസൂയ ഉണ്ടാവാറില്ല. എനിക്കൊരാളോടും അസൂയ ഉണ്ടാവാറില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരാളോടും യാതൊരു പകയുമില്ലാതെ, ഒരാളോടും യാതൊരു വെറുപ്പുമില്ലാതെയാണ് എല്ലാ ദിവസവും ഞാൻ കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ആ സ്വഹാബി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ്, ഹാദിഹി അല്ലതി ബലഗത് ബിക വഹിയ അല്ലതി ലാ നുതീഖ്. ഇത് തന്നെയാണ് താങ്കളെ ആ സ്ഥാനത്തേക്ക് ഉയരാനുണ്ടാകുന്ന കാരണം, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യവും എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ മനുഷ്യൻ ഈ സ്വഹാബി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ഹൃദയത്തിന്റെ ശുദ്ധിയായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തിങ്കളും വ്യാഴവും കുറെ പ്രത്യേകതയുള്ള ദിവസം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം തന്നെ, തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം തന്നെ ഗൗരവമാണ്. എല്ലാ ആഴ്ചയിലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് നന്മകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അമലുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്ന ആഴ്ചയിലെ 2 ദിവസമാണ് തിങ്കളും വ്യാഴവും. അതുകൊണ്ട് ആ തിങ്കളും വ്യാഴം എന്തായത്? നോമ്പ് സുന്നത്താക്കപ്പെട്ടത്. തിങ്കളാഴ്ചയുടെ പ്രാധാന്യം മാത്രം പറയുന്ന ഭാഗത്ത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് തിങ്കളാഴ്ച നോമ്പെടുക്കാനുള്ള കാരണം? പ്രവാചകൻ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസം. പ്രവാചകൻ പ്രസവിച്ചത് തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച എന്താണ് നോമ്പെടുക്കേണ്ട ദിവസം? അത് വേറെ വിശാലമായൊരു വിഷയം. അപ്പൊ എന്തുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു? ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അതേ ഹദീസിൽ കാണാം, ഫീഹി ഉലിത്തു വഫീഹി അൻസല അലയ്യൽ ഖുർആൻ ഉൻസില അലയ്യൽ ഖുർആൻ. എന്നെ പ്രസവിച്ച ദിവസമാണെന്ന് മാത്രമല്ല, എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ്. ആദ്യമായി വഹി ഇറങ്ങിയ ദിവസവും തിങ്കളാഴ്ചയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദു അമാലു നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്. നേരത്തെ പറഞ്ഞത്, എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മം പ്രദർശിപ്പിക്കപ്പെടും, പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് പ്രദർശിപ്പിക്കപ്പെടും. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആഴ്ചയിൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന 2 ദിവസം തിങ്കളും വ്യാഴാഴ്ചയുമാണ്. അതുകൊണ്ട് അതുകൊണ്ട് നോമ്പുകാരനായ രൂപത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അമലുകൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്ന മഹത്തായ ഒരു കർമ്മമാണ് നോമ്പ്. അതുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം നോമ്പുകാരനായി എന്റെ പ്രവർത്തനം പ്രദർശിപ്പിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ ദാസന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇല്ലാ റജുലൻ, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന മനോഹരമായ ഈ 2 ദിവസം, ആ ദിവസം പ്രവാചകൻ പറയാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കും. ആർക്ക്? ശിർക്ക് ചെയ്യാത്ത ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷെ അവിടെ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പിടിച്ചു വെക്കുന്ന വിഭാഗം ഇല്ല റജുലൻ, ഒരാളെയാണ്. കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, അവന്റെ പ്രശ്നം അവനും അവന്റെ ഇടയിൽ മറ്റൊരാളുമായിട്ട് അവൻ പിണക്കത്തിലാണ്, അകൽച്ചയിലാണ്. എന്താ കിട്ടാന്നുള്ളത് ഗൗരവമായി ആലോചിക്കണം. എന്താ കിട്ടാന്നുള്ളത്? ഫയുഖാലു അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹാ, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. ആവർത്തിച്ച് റസൂൽ പറയും,
അവരെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരെ പ്രവർത്തനം മുകളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതവിടെ പിടിച്ചു വെക്കുക. അവർ തമ്മിൽ നന്നാവുന്നത് വരെ, നേരെയാവുന്നത് വരെ. രണ്ടാളുകൾ തമ്മിൽ തെറ്റിയാല് തെറ്റാൻ ഒരാളുടെ ഭാഗത്ത് അനീതി ഉണ്ടാകും, ഒരാളുടെ ഭാഗത്ത് നീതി ഉണ്ടാവില്ല. ഈ രണ്ടാളുടെയും കേറൂല എന്നാ പറഞ്ഞത്, രണ്ടുപേരുടെയും കേറൂല. അപ്പൊ ന്യായീകരിക്കുന്നവർക്കൂടെ പറയാനുള്ളത്, ഞാനല്ലല്ലോ ഓനല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറയുന്നവർക്കോടൊക്കെ പറയാനുള്ളത്, കയറൂല, മുകളിലേക്ക് കയറൂല, ഒക്കെ പിടിച്ചു കൊടുക്കും. ഏത് പ്രശ്നങ്ങൾക്കിടയിലും തെറ്റും സത്യവും ഉണ്ടാവില്ല. അപ്പൊ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്താ പറയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവനല്ലേ എന്നോട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, നിന്റെ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് മാപ്പ് പറയണം. അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാണ്, സാരില്ലടോ, നമ്മൾ എന്തിനാ പിണങ്ങി നിൽക്കുന്നത് പറയണം എന്നാണ്. അല്ലെങ്കിൽ സ്വീകരിക്കൂല എന്നാണ്. എന്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു, എത്രയെത്ര പുഞ്ചിരികളാണ് നമ്മൾ ചിരിക്കുന്ന. ചിരിക്കൊക്കെ കൂലിയില്ലേ? നമ്മുടെ കുട്ടികൾ തൊട്ട് ഭക്ഷണം കഴിക്കുന്ന അച്ചാറിന് പോലും, അതൊറ്റ ചുരുക്കിയിട്ട് പറയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കിടക്കയിൽ കിടക്കുന്ന വിരിപ്പിനും പുതപ്പിനും വസ്ത്രത്തിനും ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും കൂടിയാണ്. നടക്കുന്ന ഓരോ നടത്തത്തിനും ഇരിക്കുന്ന ഓരോ ഇരുത്തത്തിനും തുടങ്ങിയിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ എത്ര കൂലിയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കൂലിയാണ്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ വസ്ത്രം അഴിക്കുന്നത് വരെ നന്മയിലാണ്, പ്രതിഫലമാണ്. ഇങ്ങനെ തുടങ്ങി എത്ര രാവിലെ എഴുന്നേൽക്കുന്നത് രാത്രിക്ക് എത്ര പ്രതിഫലങ്ങൾ. നമ്മുടെ ഷോപ്പിൽ ഇരുന്ന് നമ്മൾ നിർവഹിക്കുന്ന ഓരോ ബിസിനസിന്റെ ചിന്തയും പ്രവർത്തനവും എല്ലാം പ്രതിഫലമാണ്. എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ എഴുത്തും തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രതിഫലമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നന്മയായിട്ട് രേഖപ്പെടുത്തുകയും പ്രദർശിപ്പിക്കപ്പെടുകയും. പക്ഷേ തെറ്റി നിന്ന ഒന്നും കയറൂല. തെറ്റി നിന്നാൽ ഒന്നും കയറൂലാണ്. ഈ കയറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ശൈത്താനാണ്. ശൈത്താൻ ന്യായീകരിക്കുക എങ്ങനെ അറിയാം? പിണക്കം തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, തെറ്റി നിൽക്കൽ എല്ലാവർക്കും തെറ്റാണെന്ന് അറിയാം. പക്ഷേ അതിനവനെന്ത് ചെയ്യും? അവൻക്കനുസരിച്ച് ഒപ്പിച്ചിട്ട് വ്യാഖ്യാനിക്കും. ഞാൻ അവനുമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു, എന്നെ കുറിച്ച് അവൻ ഇങ്ങനെയൊക്കെ, ഞാനല്ല തെറ്റ് ചെയ്തത്, അവനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചത്, എന്നെ കുറിച്ച് മോശമായിട്ട് പ്രതികരിച്ചത്, ആളുകൾക്കിടയിൽ വഷളാക്കിയത്, അവനാണ് എന്നോട് അക്രമം പ്രവർത്തിച്ചത്, അവനാണ് എന്നോട് തെറ്റ് നിന്നത്, അവനാണ് എന്റെ സമ്പത്ത് പിടിച്ചെടുത്തത്, വഞ്ചിച്ചത്, അവനാണ് എന്നെ ഈ രീതിയിലൊക്കെ അവഗണിച്ചത്. ശരിയാ, ഇതൊക്കെ ന്യായീകരിക്കും. ഇത് ഇബ്ലീസിന്റെ കളിയാണെന്ന് പണ്ഡിതന്മാർ. അവനാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ശരിയാവട്ടെ. കുറച്ചും കൂടി നല്ല ആളുകളെ, തഖ്വയുള്ള നല്ല ഇഖ്ലാസുള്ള ആളുകൾ എന്താണെന്നറിയാം? അവര് പറഞ്ഞു കഴിഞ്ഞാല്, എന്നെ അവൻ വിമർശിച്ചു, എന്നെ അവൻ പരിഹസിച്ചു, ആളുകൾക്കിടയിൽ മോശമായിട്ട് എന്നെ ചിത്രീകരിച്ചു, എന്റെ കണ്ണുകൾ നിറഞ്ഞു, എന്റെ സമ്പത്ത് അവനാണ് അപഹരിച്ചത്, എന്റെ കച്ചവടം നശിക്കാനും എന്റെ കച്ചവടം തകരാനും കാരണം അവനാ, എനിക്ക് കിട്ടേണ്ട സ്വത്ത് അവൻ പിടിച്ചെടുത്തു. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ അക്രമങ്ങളും പ്രവർത്തിച്ചവൻ അവനാ. അതും ഞാനൊക്കെ പരലോകത്തേക്ക് മാറ്റിവെച്ചു. ഒക്കെ പരലോകത്തേക്ക്. ഞാൻ അവനൊന്നും തിരിച്ചു ചോദിച്ചുമില്ല, മിണ്ടിയുമില്ല, ഞാൻ പ്രതിഷേധിച്ചുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനെല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്നു. പക്ഷെ അതിന് അവിടെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരുന്നു. അവനോട് പോയിട്ട് മിണ്ടണമായിരുന്നു, അവനോട് പോയിട്ട് ഇണങ്ങണമായിരുന്നു. ആ ഇണക്കമില്ലാതെ പിണങ്ങി നിന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ ഞാൻ സഹിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? പരലോകത്തിലേക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഈ ആയത്തെ പരിശോധിച്ചാൽ കിട്ടൂല എന്നാണ് പറയുന്നത്. കിട്ടൂല എന്നാണ് പറയുന്നത്. കാരണം പിണങ്ങിയിട്ട് പോയിട്ട് പരലോകത്തേക്ക് പോയാൽ അള്ളാഹു ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ കുടുംബ ബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ? ബന്ധങ്ങൾ തമ്മിൽ ഇങ്ങനെ പോകുന്നതിന് ബന്ധം ചേർക്കാന്നല്ല, അത് ബന്ധത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നുള്ളതാണ്. ബന്ധം ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച ബന്ധത്തെ ചേർക്കുന്നതിനാണ് ബന്ധം ചേർക്കാന്ന് പറയാ.
അപ്പൊ ബന്ധം എങ്ങനെ എല്ലാ ആളുകളും തെറ്റ് ചെയ്തവർ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് മാപ്പ് പറയണമെന്ന് എല്ലാവരും ചിന്തിച്ച എവിടെയാണ് ബന്ധത്തിന് എവിടെ സ്ഥാനം ഉണ്ടാവുക? ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ചേർക്കുന്നത് തെറ്റ് ചെയ്തവർ വന്ന് മാപ്പ് പറഞ്ഞിട്ടല്ല, മറിച്ച് തെറ്റ് ചെയ്യാത്തവർ, ആക്രമിക്കപ്പെടുന്നവർ അങ്ങോട്ട് പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടാ മാറുന്നത്. അതിനുള്ള മനസ്സിന് വിശാലതയുണ്ടാവണം, അതിന് മനസ്സിലുള്ള കരുത്തുണ്ടാവണം. നമസ്കരിക്കുന്ന സ്വഫുകൾക്കിടയിൽ പോലും പരസ്പരം തെറ്റി നിന്ന് മിണ്ടാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നും മുകളിലേക്ക് കയറൂല. ഇത് നീതിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും അനീതി പ്രവർത്തിക്കുന്നവരാണെങ്കിലും തോറ്റു കൊടുക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അല്ലെങ്കിൽ കയറൂല എന്നാണ് പറയുന്നത്. എത്ര കേസുകൾ, എത്ര കാര്യങ്ങൾ. എന്നോടൊരാൾ അക്രമം പ്രവർത്തിച്ചു, എന്റെ സമ്പത്ത് അപഹരിച്ചു, എന്നെ മോശമായി ചിത്രീകരിച്ചു, ഞാൻ അവനോട് പോയി മാപ്പ് പറയണം. സാരില്ലടോ, സാരില്ല, എനിക്ക് വിഷമമില്ല. പരലോകത്തേക്ക് ഒരു കാരണവശാലും ഒരു പ്രവർത്തനവും നിങ്ങൾ പരലോകത്തേക്ക് മാറ്റിവെക്കരുത്. പരലോകത്തേക്ക് മാറ്റിവെച്ചാൽ അന്ന് എന്താ പറയുന്നറിയോ? നീ മിണ്ടിയിട്ടില്ല, ഇല്ല, നിങ്ങൾ അവൻ പരസ്പരം മിണ്ടിക്കൂടി എന്നല്ല. ഓ, നിങ്ങൾ തെറ്റു നിൽക്കുകയായിരുന്നു അല്ലേ? അതെ, തെറ്റു നിൽക്കുകയായിരുന്നു, നിങ്ങൾ രണ്ടാളും കൂടി മുണ്ടിക്കോ, ശരിയായിക്കോന്നല്ല, മറിച്ച് നന്മ തിന്മകൾ അവർ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. നമ്മൾ തെറ്റു നിൽക്കുന്ന ആൾക്ക് ഇതിന്റെ ഗൗരവം അറിയാത്ത ഒരാളാണെങ്കിലോ അയാള് പരലോകത്ത് പറയും, ഇതിന്റെ ഗൗരവം എനിക്കറിയില്ലായിരുന്നു, എത്രയോ വർഷം എന്റെ കൂടെ ജീവിച്ചവനായിരുന്നല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് എന്നോട് വന്ന് മാപ്പ് ചോദിക്കാനായി, എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ഇടക്കം മാറ്റാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്, ആര് തെറ്റി നിന്നാലും ആര് പിണങ്ങി നിന്നാലും അവരോടൊക്കെ പോയിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? ആദ്യം സലാം പറയുന്നവർക്കാണ് കൂലി. ആദ്യം സലാം പറയുന്നവർക്കാണ് കൂലി. മാതാപിതാക്കളോടും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടൊക്കെ തെറ്റി നിൽക്കുന്നവരോട് എന്താ കിട്ടാന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ആരോടും വെറുപ്പില്ലാതെ, ആരോടും ഉദ്ദേശമില്ലാതെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ കയറി വന്ന സ്വഹാബികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്ന സ്വഹാബിയോട് ആളുകൾ ചൂടായിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. കയർത്ത് സംസാരിച്ചിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. അദ്ദേഹത്തെയും പ്രയാസം അനുഭവിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവൂലേ? ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. പച്ച മനുഷ്യനാണ് ആ മനുഷ്യൻ. എന്നിട്ടും ആ മനുഷ്യൻ എനിക്കാരോടും വെറുപ്പില്ല, എനിക്കാരോടും വെറുപ്പില്ല. അല്ലാണ്ട് ആ മനുഷ്യനെ മാത്രം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പങ്കുപാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ടൊന്നുമല്ല. മറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് എല്ലാ പ്രതിസന്ധിയും എല്ലാ പ്രയാസം വരുമ്പോഴും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കിടപ്പറയിലേക്ക് പോയി കിടക്കാറുള്ളത് ആരോടും വെറുപ്പില്ലാതെയാണ് എന്ന് പറയുമ്പം അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അവസാനം മരിച്ചിവിടെ കൊണ്ടുപോയി കിടത്തുമ്പോഴേ തെറ്റി നിൽക്കുന്നവർ എത്രയോ പ്രാവശ്യം പോയിട്ട് അങ്ങോട്ട് സലാം പറഞ്ഞതാ, അങ്ങോട്ട് പോയിട്ട് മിണ്ടിക്കോ, സാരില്ല. അങ്ങനെയാണെങ്കിലും അവസാനം മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിന് വല്ലാതെ, നമ്മളെ കൊണ്ട് ഒരാള് നേരെയാവുകയാണ്, നമ്മൾ തോറ്റു കൊടുത്തിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുകയാണ്, അതല്ലേ ഹൈർ. നമ്മൾ തോറ്റു കൊടുത്തിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരും ഇല്ലല്ലോ. എല്ലാവരും സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തോൽക്കാനും ക്ഷമ ചോദിക്കാനും ചേർത്ത് വെക്കാനും നിങ്ങൾ ആലോചിച്ചോക്കെ, എന്താ കിട്ടുക? ചേർന്നിരിക്കാൻ പറ്റും. പിണങ്ങി നിന്ന രണ്ടാളുകൾക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റുക? എങ്ങനെയാ പരസ്പരം സഹായിക്കാൻ പറ്റുക? അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പം എങ്ങനെയാ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയാൻ പറ്റുക? എങ്ങനെയാ പറയാൻ പറ്റുക? അതുകൊണ്ട് ഒന്നും കിട്ടൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ ഇന്നാൾ കേൾക്കേണ്ടതാണ്, ഇത് ഇന്നാൾക്കുള്ള ഖുത്ബയാണ് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഇതെനിക്കുള്ളതാണ്. ഞാൻ ഈ ഖുത്ബയുടെ നോട്ടുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ ആരോടെങ്കിലും പ്രശ്നമുണ്ടോ, ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടോ,
എന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയേ. പരസ്പരങ്ങൾ അനുസരിച്ച് മഹാനായ അബൂദർദാ എന്നാണ് കാര്യം പറയുന്നത്. അബൂദർദാ മരണത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് അബൂദർദാ സ്വഹാബിയ അദ്ദേഹം പറയണം, മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിച്ച് കളഞ്ഞു, എന്നെ ചിരിപ്പിച്ച് കളഞ്ഞു. മൂന്ന് കാര്യങ്ങൾ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. ചിരിപ്പിച്ച കാര്യം തന്നറിയണം. മനുഷ്യരിങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ ഓടണം, പരക്കം പയ്യണം. അവൻ വല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പിന്നാലെ മരണം അവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. ആ ചിരി ഒരു തമാശയുടെ ചിരിയല്ല. കുസൃതിയുള്ള രണ്ട് മക്കൾ, നമ്മുടെ രണ്ട് പിഞ്ചോമന മക്കൾ, കുസൃതി കാണിക്കുന്ന രണ്ട് കുട്ടികൾ. അതിലൊരു കുട്ടി ഉമ്മയുടെ അടുക്കളയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഉമ്മ അടുക്കളയുടെ ഭാഗത്തൊരു വടി ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവളെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തോ ചിരിച്ചിങ്ങനെ പോണ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റേ കുട്ടിക്ക് ഒരു ചിരി വരുമല്ലോ. എനിക്കിപ്പോ കിട്ടുവാണ്. അതൊരു സഹതാപത്തിന്റെ ഒരു അങ്ങനെയുള്ളൊരു ചിരിയാണ്. ദുനിയാവിന്റെ പിന്നാലെ എല്ലാ ഇണക്കങ്ങളും. ഞാൻ പറയുന്നു, നമ്മുടെ മക്കൾക്കൊന്നും കുടുംബത്തിന് അറിയില്ല. സ്വന്തം കുടുംബത്തിലെ മക്കളുടെ പേര് പോലും അറിയാത്ത അവസ്ഥയിലേക്ക്, അയൽവാസികളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിലയിൽ ഇന്നത്തെ തലമുറ മൊബൈലിന്റെ മുമ്പിലും സ്ക്രീനിന്റെ മുമ്പിലും വേണ്ടാത്തരങ്ങളുടെ മുമ്പിലുമാകുമ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ കൈകൾ പിടിച്ച് അയൽവാസിയുടെ വീട്ടിൽ, കുടുംബക്കാരുടെ വീട്ടിൽ ഒക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. ഒന്നും അറിയില്ല അവർക്കൊന്നും. സ്വന്തം കുടുംബത്തിന് പോലും ഒന്ന് പേരെടുത്ത് പറയാൻ പോലും അറിയില്ല. ഒക്കെ തിരക്കിലും. എന്തെങ്കിലും ആരെങ്കിലും ഒന്നൊന്ന് വിമർശിച്ചാൽ മതി, പിന്നെ ഓരോ മൈൻഡ് പോലും ചെയ്യൂല. എന്തൊക്കെ നമ്മളൊക്കെ വിചാരം, നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ പുകയറ്റിയിട്ട് ഇങ്ങനെ നടത്തുന്ന ഭയങ്കര ഉഷാറാണ്, ഒന്നി ടോപ്പാണ്, ജുസാറാണ്, എല്ലാവരും അങ്ങനെ ദുനിയ അതിന് സ്വർഗം എന്നല്ലേ പറയാ. വിമർശിക്കപ്പെടാത്ത സ്ഥലം സ്വർഗമല്ലേ സഹോദരങ്ങളെ? ആർക്കെങ്കിലും ഉണ്ടോ? വിശക്കൂലേ? ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കുന്ന് കയറൂലേ, ഇറങ്ങൂലേ, ഒക്കെ ഉണ്ടാവൂലേ? വിമർശിക്കപ്പെടാത്ത ലോകത്തൊരു മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിമർശിക്കും, പരിഹസിക്കപ്പെടും, ഒറ്റപ്പെടുത്തും, കളിയാക്കും, നമ്മൾ അഭിമാനം ക്ഷതമേൽപ്പിക്കും. അവിടൊക്കെ പുറത്തു കൊടുക്കാനും തോറ്റു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയണം. വിമർശിക്കാൻ കാത്തിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൂടാ, പറ്റൂല. ദുനിയാവിന്റെ പിന്നാലെ അവൻ മറ്റു പലതും ഓർത്തു പോകുമ്പം പിന്നാലെ അവന്റെ ബാക്കിൽ മരണമുണ്ടെന്ന ഗൗരവമേറിയ ചിന്തയുണ്ടാവണം. അദ്ദേഹം പറയാൻ അബൂദർദാ പറയാം, അവൻ മരണത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. എന്നാൽ മരണമാകട്ടെ അവനെ കുറിച്ച് അശ്രദ്ധനേ അല്ല. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ യുവാക്കളുടെ മരണ വാർത്തകളാണ്. ഇതേപോലെ പള്ളിയിൽ ഇരുന്ന് ജുമാക്ക് പങ്കെടുത്താൽ അടുത്ത ആഴ്ച കാണൂല. നമ്മളെങ്ങാണ് ഇപ്പൊ മരിച്ച എന്തൊക്കെ അവസ്ഥ? ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന എത്ര ആളുകൾക്ക് അറിയാം? സ്വന്തം ഉമ്മയോടും ഉപ്പയോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകൾ, ആ ഭാര്യയോടും ഭർത്താവിനോടൊക്കെ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമുക്കൊക്കെ ഭാര്യമാര്, ഞാൻ ആവർത്തിക്കപ്പെടുന്നതാണെന്നറിയാം. നമ്മുടെയൊക്കെ ഭാര്യമാരുണ്ടല്ലോ, ആ ഭാര്യമാർ ഇപ്പൊ നിങ്ങൾക്ക് മൊബൈലിലേക്ക് നിസ്കാരം കഴിഞ്ഞ പാടുകൾ തുറന്നു നോക്കുമല്ലോ. നിസ്കാരം കഴിയാൻ കാത്തിക്കാണല്ലോ മൊബൈൽ തുറക്കാൻ. മൊബൈൽ അങ്ങനെ തുറന്നപ്പോ ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ ഭാര്യ അനങ്ങണില്ല, നിങ്ങളുടെ ഭാര്യ മരിച്ചു. എന്തൊക്കെ നിങ്ങൾ ചെയ്യാം? പറക്കമുട്ടാത്ത പിഞ്ചോമന മക്കളെ അവിടെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഭാര്യ പരലോകത്തേക്ക് യാത്ര പോയാൽ ആ മക്കളെ ചേർത്ത് പിടിച്ചത് എന്തൊക്കെ ചെയ്യാം? എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴാ നിങ്ങൾക്ക് ഭാര്യയുടെ ഒക്കെ അവസ്ഥകളൊക്കെ അറിയാം. ഇത് ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തോ ഒരു ചെറിയ ഇസ്തിരിടാത്തതിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് സംഭവിച്ച വിഷയത്തിലോ എന്തെങ്കിലും തെറ്റി, എന്തെങ്കിലും ഒരു മനുഷ്യ സഹജമായ സ്ത്രീകൾക്കുണ്ടാകുന്ന അവരുടെ വളവിന്റെ പിന്നെ അവസ്ഥക്കനുസരിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വന്നതിൽ നിന്ന് തെറ്റി നിന്നിട്ട് നിങ്ങളുടെ പുറത്തേക്ക് പോയി നിരിച്ചോളൂ.
തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മയ്യത്താണെങ്കിലോ, തെറ്റി നിന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയി തിരിച്ചു നിങ്ങൾ മയ്യത്താണെങ്കിലോ, ജീവിതത്തിലെന്നും ആ ഭാര്യ അല്ലാഹുവേ അവസാനത്തെ കാഴ്ച എന്റെ ഭർത്താവിനോട് തെറ്റി നിന്നിട്ടാണല്ലോ, പിന്നീട് ഞാൻ മരണമാണല്ലോ മയ്യത്താണല്ലോ കാണേണ്ടി വന്നത് എന്ന് ഓർത്തിട്ട് കരയേണ്ടി വരും. നമ്മൾ തിരിച്ചു വരുമ്പം നമ്മുടെ ഭാര്യ മരിച്ചിട്ടാ കാണണമെങ്കിലോ, നിമിഷ നേരങ്ങൾ കൊണ്ട് എന്തു സംഭവിക്കും? നമ്മുടെ പിന്നാലെ മരണമുണ്ട്. നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന 2 പേരായിരുന്നു. എത്ര ആളുകൾക്ക് ഇപ്പൊ ഉണ്ട് എന്നറിയില്ല. നിങ്ങളുടെ ഇരുത്തത്തിലും നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ, സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച 2 ആളുകൾ ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ. നിങ്ങൾ അവരോട് പിണങ്ങി നിന്നാലും, നിങ്ങൾ അവരോട് ദേഷ്യം പിടിച്ചു നിന്നാലും, നിങ്ങൾ അവരോട് അകച്ചു നിന്ന് കഴിഞ്ഞാലും, എത്ര വെറുപ്പ് നിങ്ങൾ അവരോട് കാണിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ ഓർക്കുമ്പോൾ മനസ്സറിഞ്ഞവർ പ്രാർത്ഥിക്കും, അല്ലാഹു എന്റെ മോൾക്കൊന്നും വരുത്തരുത് കേട്ടോ, എന്റെ മോൾക്കൊന്നും വരുത്തരുത്. ഇതാ മാതാപിതാക്കൾ. അത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ആരുമില്ല. എന്നിട്ട് അവരോടൊക്കെ തെറ്റി നിൽക്കുക, സ്വന്തം സഹോദരങ്ങളോടൊക്കെ തെറ്റി നിൽക്കുക, അയൽവാസികൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആരാ ഫസ്റ്റ് കാര്യമായിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാനുണ്ടാകുക? അയൽവാസികളുണ്ടാകുക. അതേത് മതക്കാരനായിക്കോട്ടെ, ആരായിക്കോട്ടെ, തെറ്റി നിൽക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് മരണമാകുന്ന യാഥാർത്ഥ്യം ഏത് സമയത്തും കയറി വരും. വഹാഫിനും നിങ്ങൾ ആ മരണത്തെ കുറിച്ച് അശ്രദ്ധയിലാണ്, പക്ഷെ മരണം അതിനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അശ്രദ്ധനല്ല.